അന്നും ഇന്നും കൗതുകം പകരുന്ന ഒരു വാഹനമാണ് വിമാനം അഥവാ പ്ലെയിൻ എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് അതിനകത്ത്. അത് ഒരുപാട് ടെക്നിക്കൽ വേർഡ്സ്, ഫിസിക്സ്, ഇലക്ട്രോണിക്സ് ഒക്കെ കലർത്തി സംസാരിക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ കിട്ടുന്നതുകൊണ്ടാണ് വളരെ ഒരു ലോ ലെവലിൽ അത് ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്തത്. നമ്മൾ എന്ത് വിഷയം പഠിക്കുമ്പോഴും വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ ശ്രമിക്കുക ആദ്യം തന്നെ. അങ്ങനെ ഒരു ബേസിക് കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് ഡീപ്പായിട്ട് പഠിക്കുന്നതായിരിക്കും കൂടുതൽ അറിവ്. അതുകൊണ്ടൊരു സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ ടേക്ക് ഓഫ് എങ്ങനെയാണ് സംഭവിക്കുന്നത്, ലാൻഡിങ് എങ്ങനെയാണ് സംഭവിക്കുന്നത്, എന്തുമാത്രം ഹൈറ്റിലാണ് ഫ്ലൈ ചെയ്യുന്നത്, പരസ്പരം ഇതിൻ്റെ ട്രാഫിക് കൺട്രോൾ എങ്ങനെ വരുന്നു, ഒരു ഏകദേശ രൂപം എല്ലാവർക്കും കിട്ടുക എന്നാണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നിരവധി സംശയത്തിന് ഉത്തരം കിട്ടും ഈ വീഡിയോയിലൂടെ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എക്സാമ്പിൾസൊക്കെ സാധാരണ മോട്ടോർ വാഹനങ്ങളോ മറ്റു വാഹനങ്ങളോ വെച്ച് കമ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് സംസാരിച്ച് മുന്നോട്ട് പോകാം. ഒരു ഫ്ലൈറ്റ് അല്ലെങ്കിൽ വിമാനം എന്താണെങ്കിൽ അതിന് ഭാരം, അതാണ് അതിൻ്റെ ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത്, വെയിറ്റ്. ഒരു ലോറി നമ്മൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ 10 ടൺ അല്ലെങ്കിൽ 12 ടൺ ഭാരം കയറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഭാരം അത് നിൽക്കുമ്പോഴാണ്, സ്പോട്ടിൽ അനങ്ങാതെ നിൽക്കുമ്പോഴാണ്. അപ്പോൾ ഈ വെയിറ്റിനെ ഇല്ലാതാക്കുക, 0 ലെവലിലേക്ക് എത്തിക്കുക എന്നാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട വിഷയം. എത്തിക്കുക എന്നുള്ളത് ഒരു സാങ്കല്പികമാണ്, പക്ഷേ 0 ലെവലായിരിക്കും വെയിറ്റ് ഇല്ലാത്ത അവസ്ഥയെത്തും. അതെങ്ങനെയാണ്? സ്പീഡ് കൂട്ടിയാൽ മതി. എക്സാമ്പിൾ, ഇപ്പോൾ ഇവിടെ അങ്ങനത്തെ റോഡില്ലെങ്കിൽ നമുക്ക് 5 അല്ലെങ്കിൽ 10 കിലോമീറ്റർ സ്ട്രെയിറ്റ് ലൈനുള്ള ഹൈവേകളിലൊക്കെ ചെല്ലുകയാണെങ്കിൽ ലോറിക്ക് എന്തുമാത്രം സ്പീഡ് കിട്ടുമോ, ഒരു 120 അല്ലെങ്കിൽ 200 കിലോമീറ്റർ സ്പീഡ് കിട്ടുകയാണെങ്കിൽ അത്രയൊന്നും കിട്ടാറില്ല. മാക്സിമം സ്പീഡ് എത്തുമ്പം വാഹനം ഓടിക്കുന്നവർക്കറിയാം തീരെ വെയിറ്റ് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വരും, വളരെ ലോ. പിന്നെ സ്റ്റിയറിങ്ങൊക്കെ ജസ്റ്റ് ഒരു വിരലുകൊണ്ട് ഇങ്ങനെ ടച്ച് ചെയ്താൽ മതി, അത്ര ആ ഒരു സ്മൂത്ത്നെസ്സിലേക്ക് വരും. അപ്പോൾ അമിതമായ വേഗതയാണ് ഈ വെയിറ്റിനെ ഇല്ലാതാക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്ര യാത്രക്കാർ കയറിയാലും എത്ര ലോഡ് കയറ്റിയാലും അതിൻ്റെ എൻജിൻ കപ്പാസിറ്റിക്ക് അനുസരിച്ച് സ്പീഡ് കൂട്ടുമ്പോൾ അവിടെ വെയിറ്റിനുള്ള ആ സാധ്യത ഒന്നാം ഭാഗം ക്ലിയറാക്കി. ഇനി പൊങ്ങുക എന്നുള്ളതാണ്. പൊങ്ങുക എന്നുള്ളത് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് 1-2 ഉദാഹരണത്തിൽ പറഞ്ഞുതരാം. ഇപ്പോൾ വെയിറ്റ് ഇല്ലാത്ത അവസ്ഥ വന്നപ്പോൾ ഇനി പൊങ്ങുക എന്നുള്ളത് ഇതിൻ്റെ ചിറകുകളാണ് പൊങ്ങാൻ സഹായിക്കുന്നത്, നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ ചിറകിൻ്റെ വീതി എന്താണ്, നീളം എന്താണ്, അതൊക്കെ ഒരു ഐഡിയ വേണം. സാധാരണഗതിയിൽ പ്ലെയിൻ ഒരു 70 മീറ്റർ 80 മീറ്റർ വരെ നീളം വരാം. 80 സ്കൂൾ ഗ്രൗണ്ടിലൊക്കെ ഓടാൻ 100 മീറ്റർ നോക്കുമ്പോൾ അതിൻ്റെ ഏതാണ്ട് ഒരു 1/4 ഭാഗത്തോളം കണക്കാക്കിയാൽ മതി നീളം. അത്ര തന്നെ വിങ് സ്പാൻ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് അത്ര തന്നെ വരും. ശരിക്കും പറഞ്ഞാൽ സങ്കല്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലെയിനിൻ്റെ ഭാരം എന്നുള്ളത് പ്ലെയിൻ സെൻറ്ററിലൊരു പൈപ്പായിട്ട് കണക്കാക്കുകയാണെങ്കിൽ, ഒരു അലുമിനിയം ട്യൂബാണെങ്കിൽ വലിയ 2 ചിറകുകളാണ് അതിൻ്റെ ബേസ് എന്ന് പറഞ്ഞത്. ഏറ്റവും ഇതിനേക്കാൾ വലുതാണ് ചിറകുകൾ വരുന്നത്. ആ 2 ചിറകിൽ എൻജിൻ ഘടിപ്പിച്ചിരിക്കുന്നു. അത് രണ്ടും യോജിപ്പിച്ചുകൊണ്ട് ഒരു പൈപ്പ് നടുക്ക് നിൽക്കുന്നു. പൈപ്പിന് അവിടെ പ്രാധാന്യം കുറവാണ്. മെയിൻ 2 വിങ്സാണ് വരുന്നത്, വിങ്സും എൻജിനും. അപ്പോൾ ആ വിങ്സുകളെ സംബന്ധിച്ച് ഇതിൻ്റെ ഭാരം അല്ലെങ്കിൽ നീളം ചെറുതാണ് വരുന്നത്. അപ്പോൾ വിങ്സാണ് ഈ സെൻട്രൽ പൈപ്പിനെ പൊക്കി കൊണ്ടുപോകുന്നത്. അത് ഈ പൈപ്പിലേക്ക് ചിറക് ഇങ്ങനെ വെച്ചിരിക്കില്ല, മെയിൻ ഭാഗം ചിറക് തന്നെയാണ്. ഈ ചിറകിൻ്റെ നിയന്ത്രണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയറോഫോയിൽസ് പ്രിൻസിപ്പിളിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അത് മാത്രം പഠിക്കണം എന്നുള്ളവർ എയറോഫോയിൽസ്, ഹൗ വർക്ക്സ് എയറോഫോയിൽസ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാസങ്ങളോളം ചിറകിൻ്റെ ആ രീതി, ആകൃതിയെക്കുറിച്ചും അതിൻ്റെ എങ്ങനെ വർക്ക് ചെയ്യുന്നത് വിശദമായിട്ട് പഠിക്കാൻ കഴിയും. എയറോഫോയിൽസ്. ജെറ്റ് എൻജിനെ കുറിച്ച് പഠിക്കേണ്ടവർക്ക് ഹൗ വർക്ക്സ് ജെറ്റ് എൻജിൻസ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് മാത്രം പഠിക്കാൻ കഴിയും. എൻജിനെക്കുറിച്ചും ചെറിയൊരു വിവരം തരാം. സാധാരണ എൻജിനൊക്കെ മോട്ടോറും പിസ്റ്റൺ സിലിണ്ടറൊക്കെ വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് ആ പ്രിൻസിപ്പിളല്ല വരുന്നത്. ചെറിയ ഫാനുകൾ ഉപയോഗിച്ച് എയർ കംപ്രഷൻ പ്രിൻസിപ്പിളാണ്. കംപ്രസ് ചെയ്ത് ഹൈ പ്രഷറിൽ തള്ളുന്നു, ഒരു വശത്ത് വലിച്ചെടുക്കുന്നു, അതിനെ പെട്രോൾ ഉപയോഗിച്ച് കത്തിക്കുന്നു, അതിൻ്റെ ഇന്ധനം ഉപയോഗിച്ച് കത്തിച്ച് പുറകോട്ട് ഒരു കംപ്രസറിന് എയർ വരുന്ന പോലെ അതിശക്തമായി ചീറ്റുന്നു. അങ്ങനെ വരുന്നതുകൊണ്ട് ഇതിന് ഭാരക്കുറവാണ് മെയിനായിട്ട് വരുന്നത്. ഭാരം കുറവ് തീരില്ല എന്ന് തന്നെ പറയാം. നമ്മുടെ ഗ്യാസ് സ്റ്റൗവൊക്കെ പറയുകയാണെങ്കിൽ വലിയ സദ്യയ്ക്ക് കൊണ്ടുപോകുന്ന സ്റ്റൗവൊക്കെ ആണ്, നിങ്ങൾക്കറിയാം ഫ്ലെയിം 1/2 സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്ക് തിരിച്ച് പെട്ടെന്ന് കൂട്ടാൻ കഴിയും. സ്ലോ ഫ്ലെയിമിൽ നിന്ന് ഫുൾ ഫ്ലെയിമിലേക്ക് 1/2 സെക്കൻഡ് മതി ഇരിക്കാൻ. അതുപോലെ ഇതും വളരെ പെട്ടെന്ന് തന്നെ സ്പീഡ് കൂട്ടാൻ പറ്റുന്ന ഹൈ സ്പീഡ് എൻജിൻസാണ്. അതാണ് എൻജിൻ്റെ പ്രത്യേകത. ഭാരക്കുറവ് വരുന്നുണ്ട്, ഹൈ സ്പീഡാണ്. ഹൈ സ്പീഡ് മീൻസ് ഫാൻ ഉപയോഗിച്ചല്ല, പ്രഷർ തള്ളിക്കൊണ്ട് പുറത്തേക്ക് ഹൈ പ്രഷർ കൊടുത്തുകൊണ്ട്. ഫാനാണെങ്കിൽ നമ്മൾ കാറ്റ് ഉപയോഗിച്ച് പ്രഷറാണ് സൃഷ്ടിക്കുന്നത്, പക്ഷേ ഇവിടെ അല്ലാത്ത രീതിയിൽ തന്നെയാണ് ഇത്രയും ഹൈ പ്രഷർ സൃഷ്ടിക്കുന്നത്. ആ പ്രിൻസിപ്പിൾ അവിടെ മാറി. ഇനി നിങ്ങൾക്കറിയാം നിയന്ത്രണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇതിൻ്റെ ചിറകിൽ
ഫ്ലാപ്സ് എന്ന് പറഞ്ഞ സംഗതിയാണ്. എന്ന് വെച്ചാൽ സ്റ്റഡിയായി നിൽക്കുന്നു, മറ്റേ ചലിപ്പിക്കാവുന്ന ഈ ചിറകുകളെ കൊണ്ടാണ് എങ്ങോട്ട് വേണമെങ്കിലും ഇതിനെ പൊക്കാനോ താഴ്ത്താനോ ബ്രേക്കിങ്ങിനോ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. നമുക്ക് വെള്ളത്തിൻ്റെ ഒരു വഞ്ചിയിലേക്ക് വരാം. വഞ്ചീൻ്റെ പ്രിൻസിപ്പിൾ ആകുമ്പോൾ നിങ്ങൾക്ക് വെള്ളം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാവും. എയർ ആകുമ്പോൾ കണ്ണുകൊണ്ട് കാണാത്തത് കൊണ്ടാണ് ആ ഭാഗം മനസ്സിലാവാത്തത്. വഞ്ചിയിൽ സ്ട്രെയിറ്റായൊരു വഞ്ചിക്കിന് പോകുന്നു എന്ന് വിചാരിക്കാം. സ്ട്രെയിറ്റായിട്ട് പിൻവശത്ത് മോട്ടർ വെച്ച ബോട്ട് സ്പീഡിൽ പോകുന്ന സമയത്ത് സ്ട്രെയിറ്റാണ്. അതിൻ്റെ പുറകിൽ ഒരു ചെറിയ ഇങ്ങനെ ചലിപ്പിക്കാവുന്ന ഒരു പലക ഘടിപ്പിച്ചു എന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണ് ഇന്ന് സംഭവിക്കുന്നത്. സ്ട്രെയിറ്റ് പോകുന്നത് പെട്ടെന്ന് ഈ ഭാഗം ഒന്ന് ഇങ്ങോട്ട് ചരിച്ചു കൊടുത്താൽ ഇവിടെ വെള്ളത്തിൻ്റെ ഫോഴ്സിൽ തട്ടിക്കൊണ്ട് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ഓപ്പോസിറ്റ് തിരിയും. അതുപോലെ നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതങ്ങോട്ട് പോകും, വലത്തോട്ട് തിരിയും. അപ്പോൾ തിരിയുക എന്നുള്ളത് എങ്ങനെ വേണം അതിനെ നേരെ തിരിച്ച് സങ്കല്പിച്ചാൽ ഈ ഫ്ലാപ്സിനെ ഒരു വശത്തേക്ക് ചരിക്കുമ്പോൾ അതിൻ്റെ ഫ്രണ്ട് പൊങ്ങാനുള്ള ടെൻഡൻസി ഉണ്ടാവും. നിങ്ങളിപ്പോൾ ഒരു ബൈക്കിലൊക്കെ പോവുകയാണെങ്കിൽ പെട്ടെന്ന് ഒരാൾ ഫ്രണ്ടിലേക്ക് ഒരു കുട നിർത്തിക്കഴിഞ്ഞാൽ സംഭവിക്കും, സ്വാഭാവികമായിട്ടും ടയർ മുമ്പിലേക്ക് തെറിച്ച് പോകും, വീഴാൻ വരെ സാധ്യതയുണ്ട്. നല്ല ഉറപ്പുള്ള കുടയാണെങ്കിൽ, അല്ലെങ്കിൽ അവിടെ കുട കയറിപ്പോകണം. അപ്പോൾ ആ ഒരു പ്രിൻസിപ്പിളാണ് മൂവ്മെൻറ്റ് വരുന്നത്. അപ്പോൾ പൊക്കണമെങ്കിലും താഴ്ത്തണമെങ്കിലും ബ്രേക്കിങ്ങിനാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ്. ഇപ്പോൾ വെള്ളത്തിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ 2 പലക ഫുൾ ബ്ലോക്കായിട്ട് പിടിച്ചാൽ പിന്നെ അതിൻ്റെ എഞ്ചിൻ്റെ പവർ പോയി. ഇതിനെ തള്ളി നീക്കാൻ കഴിയാത്ത അവസ്ഥയിൽ അവിടെ ആ ബോട്ട് നിന്ന് പോകും. 2 പലക ക്രോസ് ആയിട്ട് വരികയാണെങ്കിൽ അത് നമുക്ക് വെള്ളത്തിലായതുകൊണ്ട് അറിയാൻ കഴിയും, പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. അതാണ് കാരണം വരുന്നത്. നിർത്തുന്നു. ഇപ്പോൾ ഈ ഫ്ലാപ്സിൻ്റെ കൺട്രോൾസിലാണ് തിരിക്കാനും വളയ്ക്കാനും ഒക്കെ. പ്രത്യേകിച്ച് 500 കിലോമീറ്റർ 1000 കിലോമീറ്ററിൽ പോകുന്ന ഒരു വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ അപ്പം ചെറിയ ഫ്ലാപ്പ് മതി. നിങ്ങൾ ഉദ്ദേശിക്കുന്ന വലിയ ഫ്ലാപ്പൊന്നും ആവശ്യമില്ല. ഇത്രയും സ്പീഡ് കൂടുന്തോറും ഫ്ലാപ്പിൽ ചെറിയൊരു ആംഗിളിൽ വ്യത്യാസം വരുമ്പോൾ തന്നെ അതിൻ്റെ ആക്ഷൻ അവിടെ നടക്കും. ആ ഭാഗം മനസ്സിലായി വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ സ്പീഡ് നോക്കുകയാണെങ്കിൽ വലിയ പ്ലെയിനുകൾക്ക് കുറച്ച് കൂടിയ സ്പീഡ്, ഏതാണ്ട് ഒരു 250-300 കിലോമീറ്റർ സ്പീഡ് എത്തുമ്പോഴാണ് ആ പൊങ്ങാനുള്ള ടെൻഡൻസി വരുന്നത്. ചെറിയ ഫ്ലൈറ്റൊക്കെയാണ് 100-120 കിലോമീറ്റർ സ്പീഡിൽ തന്നെ പൊങ്ങും. ചെറിയ ബിസിനസ് ക്ലാസ് ഫ്ലൈറ്റുകളൊക്കെ ആണെങ്കിൽ പൊക്കാൻ സാധിക്കും. ഈ പൊങ്ങുന്നത് ഈ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഇത് സംഭവിക്കുന്നുള്ളതാണ് ഒരു പ്രത്യേകത. കിലോമീറ്റർ നിങ്ങൾ ഏതാണ്ടൊരു പൊങ്ങിക്കഴിഞ്ഞാൽ 1000 കിലോമീറ്റേഴ്സ് വരുന്നുണ്ട്. മറിച്ച് സ്റ്റാർട്ടിങ്ങിലൊരു ടേക്ക് ഓഫ് പറഞ്ഞതിന് ശേഷം നിങ്ങൾ കയ്യിലൊരു മൊബൈൽ ഉണ്ടെങ്കിൽ അതിൽ സ്പീഡോമീറ്റർ സെറ്റ് ചെയ്ത് വെച്ചിരുന്നാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയും എത്ര സെക്കൻഡ് കൊണ്ട് എത്ര സ്പീഡിലേക്ക് പോകുന്നുണ്ട്. പൊങ്ങ് കൃത്യമായിട്ട് നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ പറ്റും. സംഭവിക്കുന്ന ഇത്രയേ ഉള്ളൂ. ഏതാണ്ട് ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ ഇതൊരു 250-300 കിലോമീറ്റർ സ്പീഡിലെത്തുന്നു. രണ്ടാമത്തെ സെക്കൻഡിൽ 400 എത്തുമ്പോഴേക്കും അവർ ഫ്ലാപ്പ് കൺട്രോൾ ചെയ്യുന്ന ഉടൻ തന്നെ പൊങ്ങുന്നു. അത്രയും ടൈം എടുക്കുന്നുള്ളൂ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ ആകെ റൺവേക്ക് 1200 2 കിലോമീറ്ററേ നീളമുള്ളൂ. ഇതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ഒരു 600 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന ഒരു ഫ്ലൈറ്റിനെ സംബന്ധിച്ച് 10 കിലോമീറ്റർ 1 മിനിറ്റ് സഞ്ചരിക്കാൻ 10 കിലോമീറ്റർ വേണ്ടി വരും. അപ്പോൾ അതിനുള്ള സ്പേസ് ഇല്ല. അതുകൊണ്ടാണ് 2-3 സെക്കൻഡുകൾക്കകം തന്നെ പൊങ്ങുന്നത്. ടേക്ക് ഓഫിൻ്റെ കാര്യത്തിൽ അങ്ങനെ പൊങ്ങുന്നു. ഇനി എൻജിൻ്റെ ചൂട് എത്രയാണെന്ന് ചോദിച്ചാൽ 1700 ഡിഗ്രി സെൽഷ്യസ് വരും എൻജിൻ്റെ ഹീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെ കൺട്രോൾ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ സംബന്ധിച്ച് ഇവിടുന്ന് പൊങ്ങിക്കഴിഞ്ഞാൽ ഹൈറ്റ് കൂടുന്തോറും നിങ്ങൾക്കറിയാം തണുപ്പായിരിക്കും വരുന്നത്. എക്സാമ്പിൾ നമ്മളിവിടെയുള്ള കുന്നുകളൊക്കെ വെച്ച് പോകണമെങ്കിൽ പാലക്കാട് ജില്ലയിൽ നെല്ലിയാമ്പതി എന്ന് പറഞ്ഞാൽ 1500 മീറ്റേഴ്സ് അഥവാ 1.5 കിലോമീറ്റർ ഹൈറ്റ് ഉള്ളൂ. ഏറ്റവും ചെറുതാണ് കേരളത്തിലെ. രണ്ടാമതൊന്ന് വയനാട് ജില്ല 2100 കിലോമീറ്റർ കണക്കാക്കാം. ഊട്ടി കൊടൈക്കനാൽ 2.2 കിലോമീറ്റർ ഹൈറ്റ് വരുന്നു. അവിടെയൊക്കെ നിങ്ങൾക്കറിയാം ഏതാണ്ട് വളരെ കുറഞ്ഞ മൈനസിലേക്ക് ഇതിന് പോകാൻ സാധ്യതയുള്ള തണുപ്പായിരിക്കും. അങ്ങനെയാണെങ്കിൽ പ്ലെയിനുകൾ സാധാരണ സഞ്ചരിക്കുന്നത് 9 കിലോമീറ്റർ 12 കിലോമീറ്റർ ആ റേഞ്ചിലൊക്കെയാണ്, അത്ര ഹൈറ്റിലാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ -20 ഡിഗ്രി -23 ഡിഗ്രി ടെമ്പറേച്ചർ ആയതുകൊണ്ട് നല്ല കൂളിംഗ് ആയിരിക്കും. പിന്നെ ഇതിനെ സംബന്ധിച്ച് പൊങ്ങിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഏതാണ്ട് 1000 കിലോമീറ്റർ സ്പീഡിലേക്ക് എത്തുന്നത് കൊണ്ട് തന്നെ ഇറങ്ങേണ്ട അല്ലെങ്കിൽ നമുക്ക് ലാൻഡ് ചെയ്യേണ്ട എയർപോർട്ട് വരെ എത്താനുള്ള സമയം വളരെ കൃത്യമായിരിക്കും. ബ്രേക്ക് എന്ന് പറഞ്ഞൊരു സംഭവം ഇതിനകത്തില്ല. മറ്റു വാഹനങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇതിന് ടേക്ക് ഓഫ് കഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക് അവിടെ ലാൻഡിങ് അടുത്ത എയർപോർട്ടിൽ മാത്രമേ ഉള്ളൂ. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം. അപ്പോൾ സമയം കൃത്യത പാലിക്കാൻ സാധിക്കും. ടേക്ക് ഓഫ് കഴിഞ്ഞു, കൂളിംഗ് ആണ്. ആ ഭാഗം നമുക്ക് ക്ലിയർ ആയി വിചാരിക്കുന്നു. ഇനി മലകളൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ ഈ പ്രദേശത്തെ മലകൾ
മിക്കവാറും പൊങ്ങിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ 1-2 കിലോമീറ്റർ പൊങ്ങുന്നു. വളരെ ചെറിയൊരു സ്ലോപ്പ് കൊടുത്താൽ ചരിഞ്ഞൊരു മല കയറുന്ന പോലെ പൊങ്ങി. അപ്പോൾ ഈ ബ്രേക്കിനനുസരിച്ച് ദൂരം കിട്ടണം, സ്പേസ് മുമ്പോട്ട് കിട്ടണം. കുറച്ച് മാറിക്കഴിഞ്ഞാൽ ഓവർടേക്ക് ചെയ്ത് വേലിയൊക്കെ പൊളിച്ച് പുറത്തേക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും വിഷമം വരുന്നത്. പല ആക്സിഡൻറ്റും വരുന്നത് ഈ സ്പോട്ട് തെറ്റി ഇറങ്ങുന്നതാണ്. മനഃപൂർവ്വമല്ല, അങ്ങനെ സംഭവിച്ചു പോകുന്നത്. അപ്പോൾ ഇറങ്ങുമ്പോൾ ഈ സ്പോട്ട് വളരെ കൃത്യമായി ആ സ്പോട്ടിൽ വന്ന് ടയർ നിലത്ത് ടച്ച് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ പാർട്ട് വരുന്നത്. ടച്ചിങ് കഴിഞ്ഞ് ഉടൻ തന്നെ സ്പോട്ട് ബ്രേക്കിംഗ്, ഈ വിങ്സ് ബ്രേക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നു. ആ ബ്രേക്കിൽ അപ്പോഴേക്കും 200 കിലോമീറ്റർ സ്പീഡ് പെട്ടെന്നത് സെക്കൻഡ് കൊണ്ട് തന്നെ, ഒരു 10 സെക്കൻഡിനുള്ളിൽ തന്നെ സംഗതി സ്ലോ ആവണം. 5 കിലോമീറ്റർ സ്പീഡിലേക്ക് എത്തുന്നു. അത് കഴിഞ്ഞ ശേഷം വളരെ സ്ലോ ആയിട്ട് അവർക്ക് കൺട്രോൾ ചെയ്ത് നിയന്ത്രിക്കാൻ കഴിയുന്നു. പിന്നീട് ഫൈനൽ സ്റ്റേജിൽ മാത്രമേ വീൽ ബ്രേക്കിൽ അവിടെ നിർത്താൻ കഴിയൂ. ഇങ്ങനെയാണ് ഇതിൻ്റെ ലാൻഡിങ് എന്ന് പറയുന്നത്. ജനറലായി നോക്കുകയാണെങ്കിൽ ഒരു ഫ്ലൈറ്റിനെ കുറിച്ച് ഇത്ര കാര്യങ്ങളെ അറിയാനുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് ഫ്ലൈറ്റ് പൊങ്ങുന്നതിനെക്കുറിച്ചും താഴുന്നതിനെക്കുറിച്ചൊക്കെ ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ശേഷം മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.